ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രദേശ്, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം MG പ്രദേശിലേക്കാണ്. പ്രദേശ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് നിർണായക ദിനമാണ്. തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യം നിലനിൽക്കുന്നതിനിടയിൽ ഇന്ന് ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുന്നുണ്ട് മുന്നണികൾ. എന്താണ് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രതീക്ഷ അർജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇന്ന് വന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. 2019 അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി മറിച്ചു വിറ്റു എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന് പിന്നാലെയാണ് രാജ്യാന്തര വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നേരത്തെ SIT നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഒപ്പം ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമാണ് ഏറെ നിർണായകമാകുന്നത്. ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പിന്നീട് മറിച്ചു വിറ്റ് പകരം പുതിയ പാളി എത്തിച്ചെന്നുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നത്. ഈ ഫലം പുറത്തു വരുന്നതോട് കൂടി തന്നെ ഈ ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, തിരികെ സന്നിധാനത്തെത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ ഫലം വരുന്നതോടുകൂടി വ്യക്തത വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ കേസിലെ പ്രതിയായ ജയശ്രീയെ ഇന്ന് SIT സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ സുപ്രീം കോടതി ജയശ്രീക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട്. CPIയുടെ നേതൃയോഗം ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. പ്രധാനമായും സ്ഥാനാർത്ഥി ചർച്ചകളായിരിക്കും CPI നടത്തുന്നത്. മന്ത്രിമാർക്കുൾപ്പെടെ ഇളവ് നൽകിക്കൊണ്ട് മന്ത്രിമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് CPIക്കുള്ളത്. ഒപ്പം 25 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകളും ഇന്ന് CPI നടത്തും. ഒപ്പം നാളെ ഇടതുമുന്നണി യോഗം നടക്കുന്നുണ്ട്. ഘടകകക്ഷികൾ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന റിപ്പോർട്ടുകൾ ഈ ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിക്കും. CPI ഉൾപ്പെടെ ഈ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നുള്ള ഒരു പരാതി, വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന ഈ ഇടതുമുന്നണി യോഗത്തിൽ ഈ ഘടകകക്ഷികൾ നിലപാട് അറിയിക്കും. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി സ്വീകരിക്കേണ്ട കർമ്മപരിപാടികൾ ഉൾപ്പെടെ നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകും. TK ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പത്മകുമാറിലൂടെയാണ് CPIഎമ്മിലേക്ക് ഈ വിവാദമെത്തിച്ച് അതിശക്തമായ രാഷ്ട്രീയ വിമർശനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഉയർത്തുന്നത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അത് CPIഎമ്മിന് കൂടി രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. വിപിൻ സി വിജയൻ. ഗുഡ് മോർണിംഗ് TK രജിത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിൽ വീണ്ടും എത്തുന്നത്. ഇതിനു മുൻപ് പലതവണ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അതൊരു നിർണായകമാണ്. ഇതിൽ പ്രധാനമായും ഈ ഗോവർദ്ധൻ, ഒപ്പം തന്നെ പത്മകുമാർ, പങ്കജ് ഭണ്ഡാരി, 3 പേർ ചേർന്നിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന, ഒരു വൻ കവർച്ച തന്നെ ലക്ഷ്യമിട്ടു എന്നുള്ളതായിരുന്നു SITയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിലപ്പോൾ എത്രത്തോളം ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT നിൽക്കുന്നു, എന്നാൽ ഇക്കാര്യത്തിൽ അതൊരു കൂടിയാലോചന ആണ് ഉണ്ടായത് എന്നുള്ളതാണ് പത്മകുമാറിന്റെ ഒരു വാദമുള്ളത്. അത് ഒരു ജാമ്യാപേക്ഷയ്ക്ക് മാത്രം ഉതകുന്നതാണോ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആകാംക്ഷ. ഈ തൊണ്ടി മുതലിന്റെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്ന അതേ ദിവസം തന്നെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നത്. പിന്നീട് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CPIഎമ്മിനെ സംബന്ധിച്ച് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തോൽവി
അത് ഈ ഒരു ശബരിമല വിഷയത്തെ സംബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ശബരിമല ഒരു തിരിച്ചടിയായി, സ്വർണ്ണക്കൊള്ള ഒരു തിരിച്ചടിയായി എന്ന് വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടി ഈ വിഷയം ഒരു തലവേദനയാകുമെന്നുള്ളത് നിസ്സംശയം പറയാം. പത്മകുമാറിനെതിരെ ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല. അതിൽ ഒരു തീരുമാനമുണ്ടാകട്ടെ, അല്ലെങ്കിൽ ആ കേസിലൊരു നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴും CPM-ന്റെ നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് SIT-ക്ക് പുറമെ ED കൂടി ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എത്രത്തോളം ഒരു കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രീതിക്കുള്ള കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇവർക്ക് എത്രത്തോളം പങ്കുണ്ട്, അങ്ങനെ SIT-യുടെ മുഴുവൻ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ ED എടുത്തിട്ടുണ്ട്. അതിൽ പരിശോധന നടന്നു വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ED-യുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി കൂടി സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകുമെന്നുള്ളത് അതിനിർണായകമാണ്. അപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കൂടുതൽ കടുക്കുന്നതോട് കൂടി തന്നെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പ്രധാന ഒരു വിഷയമാവുക. മറ്റൊന്നുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഇടപെടലാണ്. ഇന്ന് കൊച്ചിയിൽ ഒരു ഈ യൂത്ത് കോൺഗ്രസിന്റെ യോഗം നടക്കുന്നുണ്ട്. കൂടുതൽ സീറ്റാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ശരി, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, വടക്കൻ കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് പ്രേക്ഷകരുമായി പങ്കുവെക്കും. നിഖിൽ, ഗുഡ് മോർണിംഗ്. രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസിൽ ഇന്നു മുതൽ ടോൾ വരികയാണ്. അതുപോലെ കോഴിക്കോട് വീണ്ടും ഒരു AI ചിത്ര വിവാദം, അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട് മലബാർ മേഖലയിൽ നിന്ന്. എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? നിഖിൽ പ്രമേഷ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് മലബാറിൽ നിന്ന് പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ യാത്രാ സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടിയ ബൈപ്പാസുകൾ ഓരോന്നായി ഇങ്ങനെ അതിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിലെ പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ഇന്ന് മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. ട്രയൽ റൺ ആണ് ഇന്ന് ആരംഭിക്കുന്നത്. എന്നിരിക്കെയും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ബൈപ്പാസിൽ ടോൾ പിരിവ് ഏർപ്പെടുത്തുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള അനുബന്ധ സൗകര്യങ്ങൾ, ഈ സർവീസ് റോഡുകൾ, അതിൻ്റെയൊക്കെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അവർ നിരന്തരം അതിലൂടെ കടന്നു പോകേണ്ടുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ചില ഇളവുകൾ കൂടി നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പക്ഷേ പന്തീരങ്കാവ് ബൈപ്പാസിൽ കാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത്. കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ടോൾ പിരിവ് ആരംഭിക്കാനിരുന്നപ്പോൾ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ ട്രയൽ റൺ ആരംഭിക്കുന്നു എന്നിരിക്കെ അവിടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 16-ന് പോലീസ് കേസെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇന്നലെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തുകയും തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു. CPIM തൃക്കുറ്റിശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി EP വിജീഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെയാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ നിജിൻ്റെ ഫോണ് പോലീസ് കൈവശപ്പെടുത്തുകയും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്തകളിൽ നമ്മൾ ഫോളോ അപ്പ് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഹർഷീന, വയറ്റിൽ കത്രിക കുടുങ്ങി ഹർഷീന വീണ്ടും ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. അതും ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രധാന വാർത്തയായി പുറത്തു വരും. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിഖിൽ പറഞ്ഞു നിർത്തിയ വാർത്തയിൽ നിന്ന് തന്നെ വാർത്ത തന്നെ നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന നീതി തേടി വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ഈ മാസം 28-ന് സത്യാഗ്രഹ സമരം നടത്തും. സർക്കാരിന്റെ തുടർച്ചയായ വഞ്ചനയ്ക്കെതിരെയാണ് തന്റെ സമരമെന്നും നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഹർഷീന പറയുന്നു. 6 വർഷം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2 ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും കുന്നമംഗലം കോടതിയിലെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഒരു ഇടവേളയ്ക്കു ശേഷം ഹർഷീന വീണ്ടും സമരമുഖത്തെത്തുന്നത്. കത്രിക എന്തായാലും ഞാൻ വിഴുങ്ങിയതല്ല എന്ന് ഉറപ്പാണ്. ഹർഷീനക്കൊപ്പം സർക്കാർ, ഹർഷീനക്കൊപ്പം ആരോഗ്യമന്ത്രി, ഹർഷീനക്കൊപ്പം എന്ന് വെറും വാക്ക് പറഞ്ഞതാണെന്നാണ് നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു നരകയാതന അനുഭവിച്ച് ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതുവരെ ഒരു തരത്തിലുള്ളൊരു നീതി അല്ലെങ്കിൽ തുടർ ചികിത്സക്കുള്ള ഒരു സഹായമെങ്കിലും പോലും ചെയ്യാതെ ഹർഷീനക്കൊപ്പം നിന്ന് പറഞ്ഞതിൽ എന്ത്
എന്താ ആ ഒരു വാക്കിനൊരു വില വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരാനാണ് ഹർഷിന സമരസമിതിയുടെയും തീരുമാനം. ഹർഷിന ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെ അവശയായിക്കൊണ്ടാണ്. എത്രയോ തവണ സർക്കാരിൻ്റെ മുൻപാകെ അവരുടെ ഒരു ദുരനുഭവം അവർ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞിട്ടും കേൾക്കാത്തൊരു സർക്കാരാണ് ഈ സർക്കാർ. കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തി. ജനുവരി മാസം 28-ാം തീയതി ബുധനാഴ്ച മന്ത്രിവസതിക്ക് മുൻപാകെ സത്യാഗ്രഹം നടത്തുവാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഹർഷിന മന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം നടത്തും. നഷ്ടപരിഹാര കേസ് ഈ മാസം 12-ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. 24 കോഴിക്കോട്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീണ്ടും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. CITU നൽകിയ കത്ത് പരിഗണിച്ചാണ് നീക്കം. 12 വർഷം മുമ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനം ലഭിച്ചവരെയാണ് സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് അയച്ച കത്ത് 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ 12 വർഷം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. 2012-ൽ പഞ്ചായത്തുകളിലെ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും സാങ്കേതിക സഹായം നൽകുന്നതിനുമാണ് കരാർ അടിസ്ഥാനത്തിൽ ഇവരെ നിയമിച്ചത്. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. അഭിപ്രായവും റിപ്പോർട്ടും തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് കത്തയച്ചു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് കത്തയച്ചത്. കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി, CITU സംസ്ഥാന കമ്മിറ്റി വഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. പത്തു വർഷം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നത് സർക്കാർ നയമാണെന്നും കത്തിലുണ്ട്. സർക്കാരിന്റെ അവസാന കാലമായതിനാൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് അനൗദ്യോഗികമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം 122 പേരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സമാനമായി സ്ഥിരപ്പെടുത്തിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. വെനസ്വേലയ്ക്കെതിരായ നീക്കത്തിന് പിന്നാലെ ട്രംപ് ഈ ആവശ്യം കടുപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിൽ അമേരിക്ക കണ്ണുവെക്കുന്നത്? കാണാം. ആർട്ടിക് സമുദ്രത്തിനും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിൽ കാനഡയ്ക്കും ഐസ്ലൻഡിനുമിടയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. 300-ലേറെ വർഷമായി ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ് ഗ്രീൻലൻഡ്. 1953-ൽ കോളനി ഭരണം അവസാനിക്കുകയും ഡെൻമാർക്കിന്റെ അവിഭാജ്യ ഭാഗമായി ഗ്രീൻലൻഡ് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. 1979-ൽ ഗ്രീൻലൻഡ് അർദ്ധ സ്വയംഭരണാവകാശം നേടി. അമേരിക്കയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്കായി ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് കൈമാറണമെന്ന് ആദ്യവട്ടം പ്രസിഡന്റായ കാലം മുതൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം വട്ടം ചുമതലയേറ്റ ഉടൻ തന്നെ കഴിഞ്ഞ ജാനുവരിയിൽ ആവശ്യം വീണ്ടും ട്രംപ് ഉന്നയിച്ചു. ഇപ്പോൾ ഈ ആവശ്യം ട്രംപ് ശക്തമാക്കുകയാണ്. ഗ്രീൻലൻഡ് വഴങ്ങിയില്ലെങ്കിൽ സൈനിക നീക്കത്തിലൂടെ ദ്വീപ് രാഷ്ട്രം കൈവശപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഗ്രീൻലൻഡിനായി കൊതിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ സൈനികപരമായി തന്ത്രപ്രധാന സ്ഥലത്താണ് ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ അപൂർവ ധാതുക്കളും എണ്ണയും വാതകവും അടക്കമുള്ള വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം. 2040ഓടെ ഇലക്ട്രോണിക്സ്, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകൾക്ക് വേണ്ട ധാതുവിഭവങ്ങളുടെ ആവശ്യം 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. വൈദ്യുത വാഹനങ്ങൾക്കുള്ള ബാറ്ററി മുതൽ സോളർ പാനലുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ പല ധാതുക്കളും ഗ്രീൻലൻഡിലുണ്ട്. ചൈന, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലെ ധാതുവിഭവങ്ങൾ കുറയുമ്പോൾ ഗ്രീൻലൻഡിലേക്കാകും നാളെ ലോകം ഉറ്റുനോക്കുകയെന്ന് അമേരിക്കയ്ക്കറിയാം. സുരക്ഷയ്ക്കായാണ് ഗ്രീൻലൻഡ് ചോദിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നതെങ്കിലും അപൂർവ ധാതുസമ്പത്ത് തന്നെയാണ്
ട്രംപിന്റെ ഗ്രീൻലൻഡ് മോഹത്തിന് പിന്നിൽ. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കയില്ലെങ്കിൽ നാറ്റോ സഖ്യം ഒന്നുമല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് നാറ്റോ സഖ്യത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫെഡറിക്സൺ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നാറ്റോയ്ക്കെതിരെ ട്രംപ് അധിക്ഷേപം ചുരിഞ്ഞത്. അമേരിക്കൻ പിന്തുണയില്ലാത്ത നാറ്റോയെ റഷ്യയോ ചൈനയോ ഭയക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. തന്റെ ശ്രമങ്ങളില്ലായിരുന്നുവെങ്കിൽ റഷ്യ ഇതിനകം യുക്രൈൻ മുഴുവൻ പിടിച്ചെടുത്തേനെയെന്നും ട്രംപ് വ്യക്തമാക്കി. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തനിക്ക് നാറ്റോ അംഗമായ നോർവേ നൊബേൽ സമ്മാനം നൽകാതിരുന്നത് മഠയത്തരമായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഗ്രീൻലാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ ഡെൻമാർക്കുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഉദ്ഘാടനം വെവ്വേറെ നടത്തി UDF-ഉം LDF-ഉം. LDF പ്രവർത്തകർ ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകിയതിനു പിന്നാലെ മാത്യു കുഴൽനാടൻ MLA-യുടെ നേതൃത്വത്തിൽ വീണ്ടും ഉദ്ഘാടനം ചെയ്തു. ആരുദ്ഘാടനം ചെയ്താലും ഗതാഗതക്കുരുക്ക് മാറണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറെ നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു മൂവാറ്റുപുഴ റോട്ടറി റോഡ്. 7 രാവിലെ LDF പ്രവർത്തകർ സ്ഥലത്തെത്തുന്നു. തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ റോഡ് നാട്ടുകാർക്ക് തുറന്നു നൽകി. മുനിസിപ്പൽ ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പല ഫ്ലെക്സുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ നിസ്സാരപ്പെട്ട ഒരു വർക്കിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ന് 10 മണിക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് അഡ്വാൻസായി ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം നാം എടുത്തിട്ടുള്ളത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും റോഡ് തുറന്നു നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു LDF പ്രവർത്തകരുടെ നീക്കം. LDF പ്രവർത്തകരുടെ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ രാവിലെ 10 മണിയോടെ മാത്യു കുഴൽനാടൻ MLA-യും UDF പ്രവർത്തകരും സ്ഥലത്തെത്തുന്നു. തുടർന്ന് MLA-യുടെ നേതൃത്വത്തിൽ വീണ്ടും റോഡ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ എന്ത് നടക്കുന്നു, എന്ത് നടക്കുന്നില്ല, എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കാതിരിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെ ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോട്ടറി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. വൺ വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോട്ടറി റോഡ് അവസാനിക്കുന്നത്. റോഡിൽ പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് അപകടകരമായ രീതിയിലായിരുന്നു റോഡിന്റെ അവസ്ഥ. തകർന്നു കിടന്നിരുന്ന വിവിധ ഭാഗങ്ങളിൽ കലുങ്കുകൾ നിർമ്മിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ടൈൽ വിരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ റോഡാണ് LDF-ഉം UDF-ഉം വെവ്വേറെ ഉദ്ഘാടനം ചെയ്തത്. ആരുദ്ഘാടനം ചെയ്താലും ഗതാഗതക്കുരുക്ക് മാറിയാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 കൊച്ചി. തെരുവനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഇന്നലെ വിഷയം പരിഗണിച്ച കോടതി കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് മൃഗസ്നേഹികളോട് പരിഹാസരൂപേണ പറഞ്ഞിരുന്നു. തെരുവ് നായകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ആശങ്കയും കോടതി അറിയിച്ചു. കേസിൽ ഇന്നും വാദം തുടരും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും. കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന ചർച്ചകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ചർച്ചകൾക്കായി ഇന്ന് ബ്രസൽസിലെത്തും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാമ്പത്തിക സുരക്ഷാ കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചുമായി അദ്ദേഹം ചർച്ച നടത്തും. സന്തുലിതമായി കരാർ പൂർത്തിയാക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം. SIR-ലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. ഹർജികളെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഇന്ന് നടക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയ ഹർജികളും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ SIR-മായി ബന്ധപ്പെട്ട ഹർജികളും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. നോക്കാമിനി കായിക വാർത്തകൾ. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ നോക്കൌട്ട് ഉറപ്പിക്കാൻ കേരളം ഇന്നിറങ്ങും. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ തോൽപ്പിച്ചാൽ കേരളത്തിന് നോക്കൌട്ട് കളിക്കാം. രാവിലെ 9-ന് അഹമ്മദാബാദിലാണ് മത്സരം. 16 പോയിന്റുമായി ഗ്രൂപ്പ് സിയിൽ 2-ാം സ്ഥാനത്താണ് കേരളം. ജയിക്കാനായില്ലെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലത്തിന് കാത്തിരിക്കേണ്ടി വരും.
വനിതാ പ്രീമിയർ ലീഗ് സീസണിന് നാളെ തുടക്കമാവുകയാണ്. ടീമിൽ അടിമുടി അഴിച്ചുപണി നടത്തി കിടിലൻ സംഘമായാണ് ഇത്തവണ UP വാരിയേഴ്സ് ലീഗിനെത്തുന്നത്. UP ടീമിന്റെ ശക്തി, ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിന് മുമ്പ് ഒരേ ഒരു താരത്തെയാണ് UP വാരിയേഴ്സ് നിലനിർത്തിയത്. ശ്വേത ഷെറാവത്ത് എന്ന യുവ ബാറ്ററെ. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ദീപ്തി ശർമ്മ, ക്യാപ്റ്റൻ അലീസ ഹീലി ഉൾപ്പെടെയുള്ളവരെ പോലും നിലനിർത്താതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടായിരുന്നു. ഇന്ത്യൻ മുൻതാരം അഭിഷേക് നായരെ കോച്ചാക്കി പരിശീലക സംഘത്തിലും മാറ്റം വരുത്തി UP വാരിയേഴ്സ്. വമ്പൻ പഴസുമായി ലേലത്തിനെത്തിയ UP മികച്ച പർച്ചേസുകളുമായി കടലാസിൽ ഇപ്പോൾ മികച്ച സംഘമാണ്. കളത്തിലും അത് കാണാനാവുമോ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ 3 സീസണിലും ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിലെത്തിച്ച നായിക മെഗ് ലാനിങ്ങിനെ റാഞ്ചിയ UP ക്യാപ്റ്റന്റെ ക്യാപ്പും ഓസ്ട്രേലിയൻ താരത്തിന് നൽകിയിട്ടുണ്ട്. ക്യാപ്റ്റന്റെ കൂട്ടായി ഓസ്ട്രേലിയയുടെ തന്നെ ഫോബി ലിച്ച്ഫീൽഡ്, ഇന്ത്യൻ താരങ്ങളായ ഹർലിൻ ഡിയോൾ, കിരൺ നവ്ഗിരെ, ഡിയാൻഡ്ര ഡോട്ടിൻ എന്നിവർ കൂടി ചേരുമ്പോൾ ലീഗിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് യൂണിറ്റുകളിലൊന്നായി UP മാറുന്നു. കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ച ദീപ്തി ശർമ്മയെ നിലനിർത്തിയില്ലെങ്കിൽ പോലും ലേലത്തിലൂടെ വമ്പൻ തുകയ്ക്ക് തിരിച്ചുപിടിച്ചു UP. 3.2 കോടി രൂപയ്ക്കാണ് അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായ ദീപ്തിയെ കൂടാരത്തിൽ തിരികെ എത്തിച്ച്. കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ ആശ്വാസമായി മാറിയ ഇംഗ്ലണ്ടിന്റെ സോഫി എക്കിൾസ്റ്റോണിനെയും തിരികെ പിടിച്ചു. മലയാളി താരം ആശാ ശോഭനയെ കൂടി റാഞ്ചിയതോടെ ലീഗിൽ ഏറ്റവും മികച്ച സ്പിൻ ത്രയം UPയുടേതാണ്. ഇന്ത്യൻ താരങ്ങളായ ശിഖ പാണ്ഡെയും ക്രാന്തി ഗൗഡുമാണ് UPയുടെ പേസ് നിരയിലെ കരുത്ത്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുമ്പോൾ പേസ് നിര അത്ര പോരെന്ന് പറയേണ്ടി വരും. നല്ലൊരു വിക്കറ്റ് കീപ്പർ ഇല്ലാത്തതും പോരായ്മയാണ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കിന് നേരിയ കുറവുണ്ട്. ഇന്നലെ 91,333 പേരാണ് ദർശനം നടത്തിയത്. നിലയ്ക്കലിലും പമ്പയിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. മരക്കൂട്ടത്തും ശബരിപീഠത്തിലും പോലീസ് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഈ മാസം 14-നാണ് മകരവിളക്ക്. ക്രിസ്മസ് പുതുവത്സര സ്നേഹസംഗമം ഒരുക്കി മലങ്കര ഓർത്തഡോക്സ് സഭ. മൈത്രി 2026 എന്ന പേരിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മൈത്രിയുടെ പ്രസക്തി ഏറി വരുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.